അറിയാമോ നിങ്ങൾക്ക് ഏതാണ് ഞാൻ പറഞ്ഞ ചുരമെന്ന്? മലമ്പാത ഏതാണെന്ന്? ഏത് മലമ്പാത? വയനാടൻ ചുരമാണോ? അല്ല പറയാ അല്ല അല്ല കേട്ടോ. അടിമകളെ മോചിപ്പിക്കണം. ഒരുപാട് പ്രയാസങ്ങളിൽ അടിമപ്പെട്ട് കിടക്കുന്ന മനുഷ്യന്റെ അടിമത്വം മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രയാസമാ. ഞാൻ പറയുന്ന മലമ്പാത അതാണ്. ചുരം താണ്ടാനുള്ള പ്രയാസം എന്ന് ഞാൻ പറയുന്നതിന്റെ അർത്ഥമാണ് ജീവിതപാതയിലെ ചുരം താണ്ടുന്നത് പോലെയാണ് പ്രയാസപ്പെട്ടവന്റെ പ്രയാസത്തിൽ ഇടപെട്ടവന്റെ പ്രയാസത്തിൽ നിന്ന് മോചിപ്പിക്കുക. അല്ലെങ്കിൽ പട്ടിണി നാടുകളിൽ പാവപ്പെട്ടവന്റെ പട്ടിണിക്ക് പരിഹാരം ചെയ്യുക. യതീമന്താ മഖറബ, ബന്ധുവായ അനാഥയ്ക്ക്, ഔ മിസ്കീനന്താ മത്രബ, അല്ലെങ്കിൽ അങ്ങേയറ്റം നിർധനനായി പോയ സാധുവിന്. ഇതൊക്കെ ചെയ്യലാണ് മലമ്പാത താണ്ടൽ. മലമ്പാത താണ്ടി മാത്രമേ നിങ്ങൾക്ക് എത്തേണ്ട ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ. ഉച്ചയിലെത്തണമെങ്കിൽ മലമ്പാത താണ്ടണം. ഉന്നതങ്ങളിൽ എത്തണമെങ്കിൽ മലമ്പാത താണ്ടണം. എന്നിട്ടോ അപ്പൊ മലമ്പാത ഇതാ. ഈ അല്പം പ്രയാസമുള്ള പണം മുടക്കി അല്പം മനപ്രയാസത്തോടുകൂടി സ്വന്തം കയ്യിൽ നിന്നിറങ്ങുന്ന കാശ് അല്പം പ്രയാസത്തോടുകൂടി ചെലവഴിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കില്ലല്ലോ. എന്നിട്ടുള്ള പറയാം പിന്നീട് വിശ്വസിച്ച് പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ അവൻ കൂടി. വിശ്വസിച്ച്, ഇത് സൂറത്തുൽ ബലദിൽ നമ്മൾ എപ്പോഴും ഓതണതാ. അല്ല പറയണ എന്താന്ന് വല്ലതും ചിന്തിക്കണുണ്ടോ? പ്രിയപ്പെട്ടവരെ, മനുഷ്യരെ, നീ പണം ചെലവാക്കി എന്ന് പറയുന്നു. നിന്റെ കണ്ണും കാതും നാവും മൂക്കും ചുണ്ടുമൊക്കെ നാം നിനക്ക് തന്നതല്ലേ? അതൊന്ന് നിഷ്ക്രിയമായി പോയാൽ, മരവിച്ചു പോയാൽ, അതിന്റെ സന്ധിബന്ധങ്ങളുടെ ചലനാത്മകത നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു കൊണ്ടുവരാൻ എത്ര വലിയ വിദഗ്ധനായാലും നിങ്ങൾക്കാകുമോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരു ജില്ലയിലെ ഏറ്റവും വലിയ മുതലാളി, ഒരു ജില്ലയിലെ അക്കാലത്തെ ഏറ്റവും വലിയ മുതലാളിയാ. ആ മുതലാളി 8 കൊല്ലം കൈയും കാലും പൊക്കി പിടിച്ചോണ്ട് ഇങ്ങനെ കിടന്നു. മുകളിലോട്ട് കൊച്ചു കുട്ടികള് കട്ടിലിൽ കിടക്കുന്ന പോലെ കിടന്നു. ഏറ്റവും വലിയ മുതലാളി. അപ്പോ കൈകാലികൾ സന്ധിബന്ധങ്ങൾ പ്രവർത്തനക്ഷമമാക്കി തരുന്നത് റബ്ബാണ്. ആധുനിക ശാസ്ത്രവും സാങ്കേതിക വിദ്യയും എത്ര കണ്ടു വളർന്നാലും സാങ്കേതികത വളർന്നപ്പോഴാണ് മനുഷ്യന്റെ ശരീരത്തിൽ ഇങ്ങനെ സ്ട്രോക്ക് സംഭവിക്കുന്നത്, സന്ധികൾ സ്റ്റക്കായി പോകുന്നത്. മുമ്പൊന്നുമുള്ളതിനേക്കാൾ അധികമാ. ആർക്കും അത് തിരിച്ചു തരാനാവില്ല. അതുകൊണ്ട് നിങ്ങൾ ചുരം താണ്ടേണ്ടതുണ്ട്, മലമ്പാത താണ്ടേണ്ടതുണ്ട്. ഉന്നതങ്ങളിലെത്താൻ മലമ്പാത താണ്ടിയല്ലാതെ നിങ്ങൾ ഉന്നതങ്ങളിലെത്തില്ല. ആ ഉന്നതങ്ങളിൽ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ അഗതിക്ക് അന്നം കൊടുക്കണേ, നിങ്ങൾ അനാഥയെ പരിഗണിക്കണേ, പാവപ്പെട്ട അടിമയായി പോയവന്റെ അടിമത്വത്തിന് മോചനം നൽകണമേ. പോരാ പോരാ, ഒറ്റയ്ക്ക് ചെയ്താലും പോരാ. സുമ്മകാന മിനല്ലദീന ആമനു, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്തവരുടെ കൂട്ടത്തിൽ പിന്നെ അവൻ കൂടി.